എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ ലൂഫിക്ക് നേരെ നടന്നു വരും. ഇനി ഒരു കാരണവശാലും നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അതിന് ലൂഫി അമ്പൻ ആറ്റിറ്റ്യൂഡിൽ ആളോട് പറയും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്ക്. എനിക്ക് ആ സ്മൈൽ ഫാക്ടറിയും ഇതിനെല്ലാം കാരണക്കാരനായ ആ വൃത്തികെട്ട ഡോഫ്ലമിംഗോയെയും അവരെ രണ്ടുപേരെയും എനിക്ക് തകർക്കണം. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞാട്ടി. ലൂഫിക്കാണെങ്കിൽ ആ ഹോക്കി പവർ ഉണ്ട്. അവൻ ആ ഹോക്കി പവർ വെച്ച് ഇപ്പോ ബ്ലൈൻഡ് മാനെ ആഞ്ഞടിക്കും. പക്ഷേ ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ സിമ്പിളായിട്ട് ആളുടെ സ്ക്വാഡ് വെച്ച് ലൂഫിയുടെ അറ്റാക്കിനെ അങ്ങനെ പ്രിവെന്റ് ചെയ്യാണ്. അതേസമയം ലൂഫിയും ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറും ഫൈറ്റ് ചെയ്യുന്ന കാര്യം അതിപ്പോ ഡോഫ്ലമിംഗോ അറിയാണ്. ഡോഫ്ലമിംഗോയ്ക്ക് ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷം. വാവ്, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ തീർന്നു കിട്ടണം. അങ്ങനെയാണെങ്കിൽ ജോലി അത് പകുതിയായി കുറഞ്ഞു എന്ന് പറഞ്ഞ് അവർ സന്തോഷിച്ചിരിക്കും. അവരങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴായിരിക്കും സാക്ഷാൽ പിക്ക അവനിപ്പോ ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് വരിക. പിക്കയുടെ യഥാർത്ഥ രൂപം കണ്ട് എല്ലാവരും അത്ഭുതത്തോടു കൂടെ പിക്കയെ തന്നെയാണ് നോക്കുന്നത്. ഇത്രയും വലിയ ബോഡിയിൽ നിന്ന് വളരെ ചെറിയ സൗണ്ടാണ് പുറത്തേക്ക് വരുന്നത്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പൊ അവരോട് ചോദിക്കും, ആക്ച്വലി ജനങ്ങൾ ഇനി ഏത് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുക്കുക? എന്നെ തെരഞ്ഞെടുക്കോ അതോ ആ റിങ്കു ഫാമിലി അവരെ തെരഞ്ഞെടുക്കോ? അതിന് പിക്ക പറയും, ജനങ്ങളോട് ചോദിച്ചാൽ അവര് തീർച്ചയായിട്ടും ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല, അവര് അങ്ങനെ ചെയ്യില്ല. പിക്ക സംസാരിക്കുന്നത് കേട്ട് ഇപ്പൊ ഒരുത്തം പൊട്ടിച്ചിരിക്കുകയാണ്. അതിന് ബാക്കിയുള്ളവര് അവനോട് ദേഷ്യപ്പെടും. അതിനവൻ പറയും, ഐ എം റിയലി സോറി, എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ ഈ ടീമിൽ പുതിയതാണ്, അതുകൊണ്ടാണ്, ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല. പിക്കയാണെങ്കിൽ അങ്ങനെ ഫുൾ കരുപ്പില് അവര് നേരെ ടേൺ ചെയ്യാണ്. അത് കണ്ട ബേബി ഫൈ അവളുടെ കാലങ്ങനെ നീട്ടി അച്ചരം പൊച്ചരം ഷോട്ട് ചെയ്ത് താഴേക്കിടും. അത് കണ്ട് ബാക്കിയുള്ളവർ പേടിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ അവർക്കും അവന്റെ ഗതി വരുമെന്ന് അവർക്കിപ്പോ നന്നായിട്ട് അറിയാം. ഡോഫ്ലമിംഗോ ആണെങ്കിൽ എല്ലാവർക്കുമായിട്ടൊരു താക്കീത് കൊടുക്കും, ആരും ഇനി എന്റെ അസിസ്റ്റൻസിനെ കളിയാക്കാൻ പാടില്ല. ഇവരാരെയും തന്നെ ഞാൻ എൻ്റെ അസിസ്റ്റൻസ് ആയിട്ടല്ല കണക്കാക്കിയിരിക്കുന്നത്. എനിക്ക് പാരൻസ് ഇല്ല, സിബ്ലിംഗ് ഇല്ല, അങ്ങനെ ആരുമില്ല. എനിക്കാകെയുള്ളത് എൻ്റെ അസിസ്റ്റൻസ് മാത്രമാണ്. അവരാണ് എൻ്റെ എല്ലാം. സോ ഇനി ആരെങ്കിലും അവരെ കളിയാക്കുന്നതായിട്ട് കണ്ടാ പിന്നെ അവന് ജീവൻ ഉണ്ടാവില്ല. ഇപ്പൊ സംഭവിച്ചു തന്നെ ആയിരിക്കും അവന്റെയും അവസ്ഥ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ മാൻഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും ഇപ്പൊ ഉസോപ്പിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അവൻ ഇത്രയും നേരവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് എത്രയും വേഗം അവനെ കണ്ടുപിടിക്കണം. അവനാണ് 500 മില്യൺ ബെറീസ് ഉള്ളത്. അവനെ കിട്ടി അവനെ കൊന്നു കളയുകയാണെങ്കിൽ നമ്മളെല്ലാവരും പൈസക്കാരാണെന്ന് പറഞ്ഞ് അവരിപ്പോ എല്ലാ ഭാഗത്തോടെ ഓടി നടക്കും. ഉസോപ്പാണെങ്കിൽ ലിയോയോട് ചോദിക്കും, ഇവിടെ എന്താ സംഭവിക്കണേ? എന്തിനാ എല്ലാവരും എന്റെ പിന്നാലെ വരുന്നേ? അതിന് ലിയോ പറയും, നിങ്ങളാണ് ഇപ്പോഴത്തെ ലെജൻഡറി ഹീറോ, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബൗണ്ടി ആ ഡോഫ്ലമിംഗോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവരെല്ലാവരും നിങ്ങളെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ വീണ്ടും ഉഷാറായിട്ട് ഓടും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉസോപ്പിനും ഇപ്പൊ ചെറിയൊരു അഭിമാനമൊക്കെ തോന്നും. അവരാണെങ്കിൽ വീണ്ടും വീണ്ടും മുൻപോട്ടേക്ക് കുതിച്ചു പായാണ്. അവരുടെ പുറകിലായിട്ട് ആൾക്കാരങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം 500 മില്യൺ ബെറീസിന്റെ മുതലാണ് മുൻപിൽ പോകുന്നത്. ആക്കിനാണ് കയറി അങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട് കുറെ പേരെ അടിച്ച് തെറിപ്പിക്കും. റോബിനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ പോവും. പക്ഷേ പച്ചത്തലേൻ അപ്പോഴേക്കും ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാണ്. റോബിനാണെങ്കിൽ അവന്റെ പവർ അത് കുറച്ച് ഇഷ്ടമാവും. അവള് അവനോട് താങ്ക്സ് പറയും. അത് കേൾക്കേണ്ട താമസം അവനങ്ങനെ പ്രണയമഞ്ജലിയിൽ നീരാടി ആടിക്കൊഴഞ്ഞു നിൽക്കുകയാണ്. മാഡം, നിങ്ങൾ എത്രയും വേഗം ഉസോപ്പിനെയും കൂട്ടി ഇവിടുന്ന് പോ, ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അച്ചത്തലേനാണെങ്കിൽ അവരുമായിട്ട് പൊരിഞ്ഞ അട്ടയിടി ബഹളം. മറ്റൊരു ഭാഗത്ത് സോറോയും ലൂഫിയും അവർ രണ്ടുപേരും ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ആളുടെ എല്ലാ പവർ ഉപയോഗിച്ചും നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ആൾക്കാർ ബുദ്ധിപരമായി ആളുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ റോബിനാണെങ്കിൽ അവർക്ക് മുകളിലേക്ക് പോകാനായിട്ട് അവളുടെ കൈ ഉപയോഗിച്ച് സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് വയലറ്റ് അവളാണെങ്കിൽ ഒരുപാട് നേരം തേടി അലഞ്ഞ് ഇപ്പോ ട്രഫാർഗറിലോയുടെ ഹാൻഡ് കഫിന്റെ കീ അത് കണ്ടുപിടിക്കും. റബേക്ക ആണെങ്കിൽ ഇപ്പൊ കുറെ വില്ലന്മാർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി വരും. ഉടനെ പഴയ കമാൻഡർ ടാങ്ക് ആളാണെങ്കിൽ ഒരു വെപ്പൻ ഉപയോഗിച്ച് അവരെല്ലാം അടിച്ചു തെറിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് സാക്ഷാൽ കൈറോസ് അവനാണെങ്കിൽ ഒറ്റക്കാലില് അവനെ കൊണ്ട് പറ്റും പോലെ എല്ലാവരെയും തല്ലി തല്ലി കൊല്ലും. ഡോഫ്ലമിംഗോയെ നശിപ്പിച്ച് എങ്ങനെയെങ്കിലും പഴയ ട്രെസറോസ ഐലാൻഡ് അതിനെ തിരികെ പിടിക്കണം. അവനാണെങ്കിൽ ആ ഒരൊറ്റ ലക്ഷ്യത്തില് ഡോഫ്ലമിംഗയെ ലക്ഷ്യമാക്കി പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ സാമുറായെ കാണിക്കും. അവൻ ആ ഹോളിലൂടെ ഗാർബേജിലേക്കായിരിക്കും വന്ന് വീണിട്ടുണ്ടാവുക. അവിടെയാണെങ്കിൽ ഓൾറെഡി ഒരുപാട് പേരുണ്ടാവും. സാമുറായ അവരോട് ആളുടെ ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കും. പക്ഷെ അവർക്ക് ആർക്കും അങ്ങനെ ഒരാളെ കുറിച്ച് അറിയില്ല. അടുത്ത നിമിഷം ആ ഒരു ബിൽഡിംഗ് ഒക്കെ ഇളകി മറിയാണ്. ഇവിടെ മുകളിലേക്ക് കയറുന്ന നമ്മുടെ ആൾക്കാർക്കും ഭയങ്കരമായിട്ട് പേടിയാവും. അവർ താഴേക്ക് നോക്കും. ആ ഗ്രാമം മുഴുവൻ അണ്ണീവനായിട്ട് അങ്ങനെ
അങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളാണെങ്കിൽ അത് കണ്ട് ഡബിൾ ഷോക്കാവും. അവരെല്ലാം ജീവനുകൊണ്ട് അവിടുന്ന് ഓടുകയാണ്. ഇത്രയും നേരവും ഫൈറ്റ് ചെയ്തവര് അവരുടെ ഫൈറ്റൊക്കെ നിർത്തി ഇപ്പോ രക്ഷപ്പെട്ട് ഓടും. ആ പ്രദേശം മുഴുവൻ ഒരു ഹ്യൂമണിനെ പോലെ അങ്ങനെ പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പൊ ജനങ്ങളുടെ മുകളിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അപ്പൊ അവര് കാണും അത് മറ്റാരുമല്ല, സാക്ഷാൽ പിക്ക. ജനങ്ങൾക്കാണെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. കാരണം പിക്കയുടെ പവർ അവർക്ക് നന്നായിട്ട് അറിയാം. അവനെ കൊണ്ട് സ്റ്റോൺ ലാൻഡ് വെച്ചിട്ടുള്ള എന്ത് വേണമെങ്കിലും ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല അവനൊരു ജയന്റ് ആണ്, ഒരുപാട് പവർ ഉണ്ട്. പിക്കയെ കണ്ട് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ നോ എന്ന് നിലവിളിക്കും. കാരണം അത്രയ്ക്ക് സൈസാണ് പിക്ക. അവന്റെ പവറും അത് ഡിഫറെന്റ് ആണ്. മാത്രമല്ല ഇപ്പോ അവന്റെ ആൾക്കാർ തന്നെ അവനെ കണ്ട് പേടിക്കും. കാരണം ഫൈറ്റിന്റെ ഇടയിൽ ഒരാരെങ്കിലും പെട്ടുപോയ പിക്ക അവരാരാണെന്ന് നോക്കാതെ അവരെയും തല്ലിക്കൊല്ലും. സോ എല്ലാവരും പേടിച്ച് ഇപ്പൊ ദൂരേക്ക് മാറുകയാണ്. പിക്കയാണെങ്കിൽ അവന്റെ ഫീമെയിൽ വോയിസിൽ വിളിച്ചു പറയും, ആരൊക്കെ എന്റെ ഫാമിലിയെ തകർക്കാൻ ശ്രമിക്കുന്നു അവരെയെല്ലാം ഞാൻ തല്ലിക്കൊല്ലും. പിക്കയുടെ സൈസും അവന്റെ സൗണ്ടൊക്കെ കേട്ട് ഇപ്പൊ ലൂഫി അടക്കം എല്ലാവരും പൊട്ടിച്ചിരിക്കും. എല്ലാവരും ചിരി നിർത്തിയിട്ടും ലൂഫിയെ കൊണ്ട് മാത്രം അവന്റെ ചിരി അടക്കാനായിട്ട് കഴിയില്ല. അവൻ താഴെ വീണും എഴുന്നേറ്റ് നിന്നും വയറിൽ ഇറുക്കി പിടിച്ചൊക്കെ ചിരിച്ചുകൊണ്ടേയിരിക്കും. ഡോഫ്ലമിംഗോടെ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ പേടിയാവും. അവർ നൈസായിട്ട് ലൂഫിയോട് പറയും, പ്ലീസ് ശബ്ദം ഉണ്ടാക്കാതിരിക്കെ, നീ ഇങ്ങനെ അവനെ കളിയാക്കിയ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും എട്ടിന്റെ പണി കിട്ടും. പക്ഷെ ലൂഫി ആണെങ്കിൽ അപ്പോഴും അടക്കി പിടിച്ച് വിളിച്ചു പറയും, നിങ്ങൾ അവന്റെ സൗണ്ട് കേട്ടില്ലേ? അവന്റെ ബോഡി സ്ട്രക്ചറുമായിട്ട് യാതൊരു മാച്ചും ഇല്ലാത്ത സൗണ്ടാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും തകർത്ത് ചിരിക്കും. ഇങ്ങനെ ഒരു രൂപത്തിന് ഇതുപോലൊരു ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ ചിരിച്ച് തൈക്ക് ഉരുണ്ട് വീഴുകയാണ്. പിക്കയ്ക്കാണെങ്കിൽ അത് കണ്ട് കലി കയറും. അവന്റെ കണ്ണില് ദേഷ്യം കൂടിക്കൂടി തീജ്വാലകൾ എരിയാനായിട്ട് തുടങ്ങും. ലൂഫിയെ ഇപ്പൊ കയ്യിൽ കിട്ടിയ അവൻ ഒടിച്ചു മടക്കി വിഴുങ്ങും. ലൂഫി ആണെങ്കിൽ അപ്പോഴും അവനെ നോക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. ചിരിച്ച് നമ്മുടെ ചെക്കൻ അങ്ങനെ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് പോവാണ്. പിക്കയ്ക്കാണെങ്കിൽ ഓരോ സെക്കൻഡ് കഴിയും തോറും അവന്റെ കലി കൂടിക്കൂടി വരും. ഡോഫ്ലമിംഗോടെ ആൾക്കാരാണെങ്കിൽ നിർത്താതെ ലൂഫിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ദയവ് ചെയ്ത് നീ പ്രശ്നം ഉണ്ടാക്കരുത്. അവന്റെ ശബ്ദത്തെ കളിയാക്കുന്നതാണ് അവൻ ഏറ്റവും വലിയ ദേഷ്യം. പ്ലീസ് നീ ഇപ്പോഴെങ്കിലും ഒന്ന് ഞങ്ങൾ പറയുന്നത് കേൾക്ക്. അവരാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ പിക്കയെ നോക്കും. അവരാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അവർ ദേഷ്യപ്പെട്ട് ലൂഫിയോട് പറയും, നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. പിക്കയുടെ കൺട്രോൾ പോയി, ഇനി അവൻ എന്താ ചെയ്യാന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും പുറകിലേക്ക് ഓടും. പിക്ക കൈ ചുരുട്ടി അങ്ങനെ നമ്മുടെ ആൾക്ക് നേരെ വീശാണ്. അത് കണ്ട ഡോഫ്ലമിംഗോടെ ആൾക്കാർ പോലും ഇപ്പൊ കിലോമീറ്ററുകളോളം ദൂരേക്ക് ഓടും. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനാണെങ്കിൽ ഇപ്പൊ എന്തോ ഒന്ന് വലുതായിട്ട് നടക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാവും. ബാക്കിയുള്ള നേവി സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പോ അദ്ദേഹത്തോട് വിളിച്ചു പറയും, ക്യാപ്റ്റൻ, ആ വില്ലൻ അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഇവിടേക്ക് വരികയാണ്. അവൻ ഭയങ്കര ജൈന്റ് ആണ്. അവന്റെ ഒരു പഞ്ച് കിട്ടിയാൽ തന്നെ നമ്മൾ പപ്പടായി പോവും. സോ ഇത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകാം. ലൂഫി ആണെങ്കിൽ സോറോയും വിളിച്ച് ട്രഫാൽഗർ തൂക്കിയെടുത്ത് ഓടാനായിട്ട് തുടങ്ങും. പിക്കയാണെങ്കിൽ ഇപ്പൊ ലൂഫി ഒരുപാട് ചീത്ത വിളിച്ച് പുറകിൽ ഓടുകയാണ്. അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ സോറോയ്ക്കും ചിരി കൺട്രോൾ ചെയ്യാനായിട്ട് ആവില്ല. അവരും ഇപ്പൊ ലൂഫിയുടെ കൂടെ പൊട്ടിച്ചിരിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടും. പക്ഷെ അപ്പോഴായിരിക്കും ട്രഫാൽഗറിലോടെ കയ്യിലെ ഹാൻഡ് കഫ് അതടുത്തുണ്ടായിരുന്ന ഒരു ചുമരിൽ തട്ടി നമ്മുടെ ആൾക്കാർ അട്ടിച്ച് താഴെ വീഴും. അടുത്ത നിമിഷം അവൻ അങ്ങനെ അവന്റെ ജൈന്റ് കൈവച്ച് ഒരൊറ്റ പഞ്ച്, പട്ടേ ക്ലിക്ക് പ്ലിക്ക്. ആ ഒരു വലിയ പഞ്ചില് നമ്മുടെ സോറോ അവനങ്ങനെ പറന്നു പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.